ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന 10ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചന ഭാഗത്ത് അധികാരമോഹത്തെ ശാസിച്ചുകൊണ്ട് ക്രിസ്തു താഴ്മ എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. തുടർന്ന് ഇടർച്ച വരുത്തുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. 12ാമത്തെ തിരുവചനം മുതൽ കാണാതെ പോയ ആടിന്റെ ഉപമയിലൂടെ ഉപദേശങ്ങൾ നൽകുകയാണ്. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര്? ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, ഒരു കുഞ്ഞിനെ വിളിച്ച് അടുക്കൽ അവരുടെ നടുവിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ ആകുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. നമ്മുടെ കാഴ്ചപ്പാടിൽ ആരാണ് ഏറ്റവും വലിയവൻ? നമുക്ക് ഓരോരുത്തർക്കും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ഒരാൾക്ക് തോന്നുന്നത് പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾക്ക് തോന്നുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിൽ ആരാണ് ഏറ്റവും വലിയവൻ? ചിലർക്ക് ധനമുള്ളവനാകാം ഏറ്റവും വലിയവൻ, ചിലർക്ക് സ്ഥാനമാനങ്ങളുള്ളവൻ, ചിലർക്ക് നന്മ ചെയ്യുന്നവൻ. അങ്ങനെ അതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആരാണ് ഏറ്റവും വലിയവൻ? കർത്താവ് പറഞ്ഞത്, ഒരു ശിശുവിനെ പോലെ സ്വയം ചെറുതാകുവാനായിട്ട് സാധിക്കുന്നവനാരോ അവനാണ് ഏറ്റവും വലിയവൻ എന്ന്. ശിശുക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ചെളിവെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന അയൽക്കാരായ 2 കുട്ടികളുടെ കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. 2 പേരും ചെളിവെള്ളത്തിൽ ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. കളി മുറുകിയപ്പോൾ ഒരാളുടെ ഉടുപ്പിന്മേൽ ചെളി അല്പം കൂടുതൽ പറ്റി. 2 പേരും തമ്മിൽ വഴക്കായി. വഴക്ക് മൂർജിച്ചു. 2 പേരും കരഞ്ഞുകൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ മാതാപിതാക്കൾ ഈ കേസ് ഏറ്റെടുത്തു. മാതാപിതാക്കൾ പുറത്തിറങ്ങി 2 കൂട്ടരും തമ്മിൽ പോരടിക്കുവാനായിട്ട് തുടങ്ങി. അവരുടെ വഴക്ക് മൂർജിച്ചു. നിയന്ത്രണം വിട്ട് വലിയ കലഹമായി മാറിയപ്പോഴേക്കും ഈ കുട്ടികളുടെ വഴക്ക് തീർന്ന് അവർ വീണ്ടും ചെളിവെള്ളത്തിൽ കളിക്കുവാനായിട്ട് പോയി. കുട്ടികളുടെ വഴക്ക് തീർന്നു, പക്ഷേ മുതിർന്നവരുടെ വഴക്ക് തീർന്നില്ല. എന്താണ് കാരണം? കുട്ടികളെ പോലെ ചെറുതാകുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരെ പോലെ ക്ഷമിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ എത്ര വട്ടം ഞാൻ ക്ഷമിക്കണമെന്ന് ചോദിച്ചവനോട് കർത്താവ് പറഞ്ഞു കൊടുത്തത് 70 വട്ടം ക്ഷമിക്കണമെന്നാണ്. നമ്മളുടെ ഇടയിൽ ഈ ക്ഷമയുടെ പാഠം വിലപ്പോകുന്നുണ്ടോ? നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അനേക വർഷങ്ങളായി കൂടപ്പിറപ്പുകളോട് പോലും ക്ഷമിക്കുവാനായിട്ട് സാധിക്കാതെ കഴിയുന്ന ആളുകളാണ്. നേരിൽ കണ്ടാൽ ഒന്ന് മിണ്ടുവാനോ ചിരിക്കുവാനോ പോലും സാധിക്കാത്ത ആളുകൾ. ദീർഘകാലമായി വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ. വൈരാഗ്യം സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു പണി തിരിച്ചു കൊടുക്കുവാനായിട്ട് തക്കം പാർത്തിരിക്കുന്ന ആളുകൾ. അങ്ങനെ പണി കൊടുക്കുവാൻ അല്ലെങ്കിൽ കടം വീട്ടുവാനായിട്ട് എന്ത് കുറുക്കു വഴികളും ഉപയോഗിക്കുവാൻ മടിയില്ലാത്ത ആളുകൾ. കർത്താവിൽ സ്നേഹമുള്ളവരെ, കർത്താവ് പഠിപ്പിച്ച ക്ഷമയുടെ പാഠം ഇവിടെ നിൽക്കുന്നു. പ്രിയരെ, ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അതിനുവേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ
നാം ആയിരിക്കുന്ന ഇടം തന്നെ സ്വർഗമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കുന്ന ഒരു ഇടമായി നമ്മളായിരിക്കുന്ന ഇടങ്ങളെല്ലാം മാറ്റിത്തീർക്കുവാനായിട്ട് കർത്താവ് പഠിപ്പിച്ച ക്ഷമയുടെ പാഠം നമ്മളിൽ ഉണ്ടാകണം. വിനയത്തിൻ്റെ മാതൃക നമ്മളിൽ ഉണ്ടാകണം. മറ്റുള്ളവർക്ക് എതിരായി നമ്മൾ മെനയുന്നതായ എല്ലാവിധമായിട്ടുള്ളതായ തന്ത്രങ്ങളും അവസാനിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹത്തോടെ എല്ലാം കാണുവാനും സ്നേഹത്തോടെ എല്ലാം ചെയ്യുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.